ഇല്ലായ്മ ചെയ്തപ്പോൾ ഞാനല്ലേ എതിർക്കേണ്ടത്. അപ്പം ഞാൻ രണ്ട് കൈയും കൂട്ടി അതിനെ അനുകൂലിച്ചു. കാരണം ഇതൊരു വലിയ സാമൂഹ്യ പരിഷ്കരണം എന്നുള്ള നിലയ്ക്ക് നഷ്ടം വന്നാലും വേണ്ടിയല്ല. അപ്പോൾ ആദ്യമേ ഇതിനെ എന്നെ അഭിനന്ദിക്കേണ്ടത് നിരപ്പേലച്ഛനായിരുന്നു. പക്ഷേ നിരപ്പേലച്ഛൻ്റെ പ്രസ്താവനയൊന്നും കണ്ടുമില്ല എന്നെ. സർ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിലനിൽക്കെ വരുന്ന ബഡ്ജറ്റ് ഒരു ജനപ്രിയ ബഡ്ജറ്റ് ആയിരിക്കുമോ അതോ സാമ്പത്തിക പരിഷ്കരണത്തിനുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കുമോ? രണ്ടും കൂടിയാകാം. സാമ്പത്തിക പരിഷ്കരണ ബഡ്ജറ്റായിരിക്കും, ജനപ്രിയമായിരിക്കും. സാമ്പത്തികം പരിഷ്കരിക്കുമ്പോൾ ജനപ്രിയമായി അത് പരിഷ്കരിക്കാം. രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശമാണ്, രണ്ടും കൂടിയാണ്. താങ്ക് യു വെരി മച്ച് സർ. എൻ്റെ പേര് അനന്തു പ്രസാദ്. ഞാൻ MBA ഫസ്റ്റ് ഇയർ. സാറേ, 1999 മുമ്പുള്ള ബഡ്ജറ്റുകൾ വെൽഫെയർ ഓറിയന്റഡ് ബഡ്ജറ്റുകളായിരുന്നു. ഈ സമയം സാർ ഒരു മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ 1999 ശേഷമുള്ള ബഡ്ജറ്റുകളെല്ലാം, അതായത് LPG ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമുള്ള ബഡ്ജറ്റുകളെല്ലാം ക്യാപിറ്റലിസ്റ്റ് ഓറിയന്റഡ് ബഡ്ജറ്റുകളാണ് എന്നൊരു ആരോപണമുണ്ട്. സാർ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? അതിപ്പം ഒരു അപ്രോച്ച് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത് കൂടുതൽ മുതൽ മുടക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് തീർച്ചയായിട്ടും അത് മിച്ച ബഡ്ജറ്റും കമ്മി ബഡ്ജറ്റും തമ്മിൽ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആകുമ്പോൾ അതിൽ കമ്മി ബഡ്ജറ്റ് ആവും. 1000 കോടി രൂപയുടെ വ്യവസായം കൊണ്ടുവരുന്നു, 10,000 കോടി രൂപയുടെ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കമ്മിയായെന്ന് വരും. അപ്പോൾ കമ്മിയായതുകൊണ്ട് ക്യാപിറ്റൽ അല്ലെന്ന് അർത്ഥമില്ല, ക്യാപിറ്റൽ ആകുന്നതുകൊണ്ട് കമ്മിയാകാം. പോയ മനസ്സിലായല്ലോ. അതുകൊണ്ട് കമ്മി മിച്ചം എന്ന് പറയുന്നത് വെച്ചുകൊണ്ടല്ല നമുക്ക് ബഡ്ജറ്റ് ക്യാപിറ്റലാണോ ബഡ്ജറ്റ് വെൽഫെയർ ആണോ എന്നുള്ളത്. കമ്മിയായതും ഇപ്പോൾ കമ്മി ബഡ്ജറ്റ് എപ്പോഴും വെൽഫെയർ ആയിരിക്കണമെന്നോ ഒന്നുമില്ല. അപ്പം അത് ഓരോ ബഡ്ജറ്റിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് അത് പരിശോധിക്കണം, എങ്ങനെയുള്ള ബഡ്ജറ്റാണോ. ലാസ്റ്റിൽ സമ്മപ്പ് വെച്ചല്ല, കമ്മിയാണോ മിച്ചമാണോ അത് വെച്ചല്ല നമ്മൾ നോക്കുന്നത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ എന്തെങ്കിലും ഒരു സവിശേഷത, മിച്ചത്തിനൊരു എന്തെങ്കിലും അഭികാമ്യത മിച്ച ബഡ്ജറ്റ് അല്ലെങ്കിൽ കമ്മി ആയതുകൊണ്ട് അത് മോശമായി, മിച്ചമായതുകൊണ്ട് അത് ഒന്നാം തരമായി, ആ നിലയിൽ നിങ്ങൾ ധരിക്കരുത്. അന്ന് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ വരുമാനം കിട്ടി, ചെലവ് ഉദ്ദേശിച്ച ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടായതുകൊണ്ട് മിച്ചം ഉണ്ടായി. പിന്നീടുണ്ടായത് വരുമാനത്തെക്കാൾ വളരെ കൂടുതലായി ബൃഹത്തായ സ്കീമുകൾ എടുത്ത് നടപ്പിലാക്കിയപ്പോൾ നമുക്ക് കമ്മിയായി. ഇതാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ വാക്കുകൊണ്ട് മാത്രം നിങ്ങൾ മിസ്ലഡ് ആകരുത്. കമ്മി മിച്ചം എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് ബഡ്ജറ്റിനെ വിലയിരുത്തരുത്, ബഡ്ജറ്റിനെ അതിൻ്റെ ഓവറോളായിട്ട് വിലയിരുത്തണം. എൻ്റെ പേര് ചന്ദ്രരാജ്, സെക്കൻഡ് ഇയർ MCA വിദ്യാർത്ഥിയാണ്. സർ, ബജറ്റിൽ ഉൾപ്പെടുത്താത്ത ജനസമ്പർക്ക പരിപാടികൾ പോലെയുള്ളവ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകാമോ? ഇല്ല, ജനസമ്പർക്ക പരിപാടികൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊന്നും അതിനല്ല. ജനസമ്പർക്ക പരിപാടി കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിക്കും ഗ്രഹിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ബഡ്ജറ്റ് വരുമ്പോൾ ഒന്നാം തരമായിരിക്കും. മനസ്സിലായില്ല. അപ്പോൾ ഈ ജനസമ്പർക്ക പരിപാടി കൊണ്ട് വെറുതെ ദൂർത്തടിക്കുകയല്ല. ജനസമ്പർക്ക പരിപാടി നമ്മുടെ ഭരണത്തിൻ്റെ ജനാധിപത്യ ഭരണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഭരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എല്ലാവരും തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് പകരം ഇങ്ങോട്ട് വരുന്നു, പൊൻകുന്നത്തേക്ക് വരുന്നു, കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരുന്നു ഭരണം. അതാണ് ജനസമ്പർക്ക പരിപാടി. അതൊരു ദൂർത്തായിട്ട് കാണാൻ പാടില്ല. സാർ, അങ്ങനെയെങ്കിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിനായി വിനിയോഗിക്കുന്ന സാമ്പത്തികം സർക്കാർ എവിടെ നിന്നാണ് സ്വരൂപിക്കുന്നത്? അതിന് സാധാരണ ഗവൺമെൻറ്റിൻ്റെ ചെലവുകളുടെ ഒരു ഭാഗമാണ് ജനസമ്പർക്ക പരിപാടി. ഭരണത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ആ സർക്കാരിൻ്റെ റെഗുലർ ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് ജനസമ്പർക്ക പരിപാടി. അതിനെക്കുറിച്ച് രൂപ വെക്കും. സാർ, സർക്കാർ ജീവനക്കാരുടെ കെടുകാര്യസ്ഥയും അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഗവൺമെന്റ് അനാസ്ഥയുമല്ലേ ജനസമ്പർക്ക പരിപാടികൾ നടത്താൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചത്?
സർക്കാർ ജീവനക്കാരുടെ കെടുകാര്യസ്ഥിതിയും അവരെ നിയന്ത്രിക്കാനുള്ള ഗവൺമെന്റ് അനാസ്ഥയുമല്ലേ ഇത്തരം പരിപാടികൾ നടത്താൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത്? രണ്ടും അസംഷൻസാണ്, അതെന്ത് ശരിയല്ല. ഒന്ന് സർക്കാർ ജീവനക്കാരുടെ കാര്യക്ഷമത ഇല്ലായ്മയും, രണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിവില്ലായ്മയും. എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ നോക്കൂ, സർക്കാർ ജീവനക്കാരെല്ലാം കാര്യക്ഷമത ഇല്ലാത്തവരാണെന്നൊക്കെ പറയാനൊക്കെയില്ല, അവരെ നിയന്ത്രിക്കാൻ ഗവൺമെന്റ് കഴിവില്ലെന്നും പറയാനൊക്കെയില്ല. അപ്പം ഇതിനിടയിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയായി പരിപാടി. എത്രയുണ്ടെങ്കിലും പ്രയോജനം. നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടി, എന്നാൽ സെന്റ് മേരീസ് നമ്മൾ പഠിക്കുന്ന ഒരു 70 മാർക്കൊക്കെ വേണ്ടിയാണ്, അത് 80 ആണ്. അപ്പൊ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പരിപാടി. താങ്ക് യു സർ. നമസ്കാരം സാർ, ഞാൻ സിജോ, MBA സെക്കൻഡ് വിദ്യാർത്ഥിയാണ്. സാർ, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം 23,000 കോടിയോളം രൂപ ശമ്പളത്തിനും പെൻഷനുമായി നൽകേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രതിസന്ധിക്കിടയിലും സർക്കാർ കൂടുതൽ +2 ബാച്ചിന് അനുവദിച്ചു. അതുപോലെ തന്നെ വ്യാജ തലേണ്ടൽ നടത്തി. ഇത് ധനകാര്യ വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുണ്ടോ? അതായത് സർക്കാർ 23,000 കോടി രൂപയോളം ചെലവ് വരുമെന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അങ്ങനെ വലിയ ചെലവ് വരുന്ന ഒരു സർക്കാർ ചെലവിനെ നേരിട്ട് കൊണ്ടേക്ക് സർക്കാർ പുതുതായിട്ട് ബാച്ച് അനുവദിക്കുന്നു, അല്ലേ? നിങ്ങളത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ ബാച്ച് അനുവദിച്ചത്? നിങ്ങൾ തന്നെ ഈ ശത്രുക്കളായിട്ട് നിൽക്കുന്നത് ശരിയാണ്. നമുക്ക് കൂടുതൽ കോളേജുകൾ വേണം, കൂടുതൽ ബാച്ചുകൾ വേണം. അപ്പൊ കോളേജുകൾ പുതുതായിട്ട് കൊണ്ടിരുന്നേക്കാൾ കുറച്ചുകൂടി ബാച്ച് കൊടുത്തേക്കാം. അപ്പൊ ബാച്ച് വരുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമായി, അവരുടെ വലിയ പ്രയോജനമായി. MBBS കുറച്ച് സീറ്റുകൂടെ കൊടുത്താൽ, അല്ലെങ്കിൽ കുറച്ച് സീറ്റുകൂടെ കൊടുത്താൽ എത്രയും പേർക്ക് അഡ്മിഷൻ കിട്ടും. എഞ്ചിനീയറിംഗ് കോളേജ് കുറച്ചുകൂടെ സീറ്റ് കൊടുക്കും, ബികോമിന് കുറച്ചുകൂടെ സീറ്റ് വേണം. അപ്പോൾ അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് കൂടുതൽ ബാച്ച് കൊടുത്തത് അത് ജനങ്ങളുടെ ഒരു ആഗ്രഹം, വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യമാണ്. അതൊരു എക്സ്ട്രാവഗൻസ് ആയിട്ട് കൂട്ടാൻ പാടില്ല. എന്നാൽ സാർ, ആ സമയത്ത് ഒരു മാധ്യമങ്ങളിൽ വന്ന വാർത്തയായിരുന്നു എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം 12,000 സീറ്റോളം ഒഴിഞ്ഞു കിടക്കുന്നുവെന്ന്. അത് ശരിയാണ്, ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ആ ഒഴിഞ്ഞു കിടക്കുന്നതും കാഞ്ഞിരപ്പള്ളിയിൽ 10 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് കരുതി കാഞ്ഞങ്കാട്ട് 10 സീറ്റ് വേണം, അവിടെ പോരായ്മയുണ്ടെങ്കിൽ കാഞ്ഞങ്കാട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വേറൊരു കാര്യം, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് അകത്തുള്ളത് ഈ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ പോസ്റ്റ് ക്രിയേഷന്റെ കാര്യത്തിൽ ധനകാര്യ വകുപ്പ് അവിടെ നമ്മൾ പിടിക്കും. ഇതാ ഇവിടെ മിച്ചം എക്സസ് ഉണ്ട്, അവിടെ ഇനി അധ്യാപകരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒക്കെയില്ല, ബാച്ച് കൊടുക്കും. ഇവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ ബാച്ച് കൊടുക്കും. പക്ഷെ നിയമനം വരുമ്പോൾ, പോസ്റ്റ് ക്രിയേഷൻ തസ്തിക സൃഷ്ടിക്കൽ വരുമ്പോൾ ധനകാര്യ വകുപ്പ് കൈ കൊടുക്കും. അതാണ് എൻ്റെ കാര്യമുള്ളത്. താങ്ക് യു സാർ. സെക്കൻഡ് ഇയർ MBA വിദ്യാർത്ഥിയാണ്. സാർ, അങ്ങയുടെ ബജറ്റിൽ സാമൂഹ്യ നീതി സുരക്ഷാ പദ്ധതി 269 മുതൽ 271 വരെയുള്ള കണ്ണികയിൽ 505 കോടി രൂപയും V-Care പദ്ധതിയും ഉള്ളതായി കാണുന്നു. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾക്കുള്ള കാരണം വ്യക്തമാക്കാം. ഇപ്പം എത്രയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? 505 കോടി രൂപ. 505 കോടി രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് പകരം അടുത്ത വർഷം 1500 കോടി രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഉണ്ടായാലും ലോകം അവസാനിക്കുന്നവരെ ആത്മഹത്യ കാണും. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യും. ആത്മഹത്യയുടെ കാരണം ശിശുമരണം. ആ ശിശുമരണം ഉണ്ടാവും, ലോകാവസാനം വരെ ശിശുമരണം ഉണ്ടാവും. ശിശുമരണങ്ങൾക്ക് പല കാരണങ്ങളുണ്ട് അട്ടപ്പാടിയിലെ ശിശുമരണത്തെ സംബന്ധിച്ച്. അതിപ്പം അട്ടപ്പാടിയിലെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, പോഷകാഹാരത്തിൻ്റെ പ്രശ്നമുണ്ട്, അവരുടെ രീതിയുടെ പ്രശ്നമുണ്ട്, ജീവിതശൈലിയുടെ പ്രശ്നമുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി ആകത്തുകയാണ് അവിടെ ശിശുമരണങ്ങൾ കൂടുന്നത് എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അട്ടപ്പാടി ഒരു വൾണറബിൾ ഏരിയയാണ്. അവിടെ കൂടുതൽ ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ശിശു മരണമുണ്ടായി എന്ന് കണ്ടുകൊണ്ട് അവിടെ എല്ലാം കുഴപ്പമാണ്, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ലെന്നുള്ള നിഗമനത്തിലേക്ക് പോകരുത് എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു സാർ. എൻ്റെ പേര് അജിത്. സാർ,
ഇന്നും കേരളം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണല്ലോ അൺഎംപ്ലോയ്മെന്റ്. പദ്ധതികൾ നടപ്പാക്കിയതുകൊണ്ട് കുറെ പേർക്ക് കൂടി ജോലി ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവർക്ക് ജോലി നൽകുന്നതിന് വേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ബഡ്ജറ്റ് വായിച്ചിട്ടുണ്ടെന്നുള്ള എനിക്ക് വലിയ സന്തോഷമുണ്ട്. ബഡ്ജറ്റിൻ്റെ പാരഗ്രാഫൊക്കെ നിങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കും. എൻ്റെ ബഡ്ജറ്റ് ഒരു പുതിയ കോൺസെപ്റ്റ്, ഒരു പുതിയ മാറ്റത്തിന് എൻ്റെ ബഡ്ജറ്റ് വഴിതെളിക്കുന്നുണ്ട്. ഒരു എൻ്റർപ്രൈന്യൂറിയൽ സൊസൈറ്റി, വേജ് ഏണിംഗ് സൊസൈറ്റി എന്നുള്ളതിന് പകരം ഒരു എൻ്റർപ്രൈന്യൂറിയൽ സൊസൈറ്റി. എല്ലാം ജോലി, നമുക്ക് എല്ലാവരും ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ജോലി ജോലി ജോലി. എല്ലാവർക്കും എൻട്രൻസ് എക്സാമിനേഷന് പോകുന്നു, അത് കഴിഞ്ഞ് ജോലിയാണ് എല്ലാവർക്കും. ഈ ജോലി ജോലി എന്നുള്ളതിന് പകരം എനിക്കൊരു പുതിയ സംരംഭം എനിക്ക് തുടങ്ങണം. സംരംഭം എന്ന് പറയുമ്പോൾ വലിയ വ്യവസായശാലയാണെന്ന് അർത്ഥമില്ല, വലിയ കോടിക്കണക്കിന് രൂപയൊന്നും വേണമെന്നില്ല. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഓരോ സംരംഭമുണ്ട്. ചിലവർ കറി പൗഡറായിരിക്കും, ചിലവർ കാപ്പിപ്പൊടി ആയിരിക്കും, ചിലവർ തയ്യലായിരിക്കും, വേറൊന്നായിരിക്കും. ഈ എല്ലാ തൊഴിലുകളും ടെക്നോളജി, ആധുനിക ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മോഡേണൈസ് ചെയ്യുന്നുവെങ്കിൽ ഏത് ജോലിയും നമുക്ക് വളരെ അഭ്യസ്തവിദ്യരായ ഏതൊരാൾക്കും അവിടെ ഇരിക്കാം. ഏത് തൊഴിലും നമുക്ക് മോഡേണൈസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ്, അങ്ങനെ വരുമ്പോൾ ഒരു തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് അതിനാണ് എൻ്റർപ്രൈന്യൂറിയൽ മിഷൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ സംരംഭങ്ങൾ, പുതിയ തൊഴിൽ സംരംഭങ്ങളിലേക്ക് പ്രവേശിക്കുന്നവർക്ക് 20 ലക്ഷം രൂപ പലിശയില്ല വായ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ, ക്യാപിറ്റൽ പാർട്ടിസിപ്പേഷൻ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 20 ലക്ഷം രൂപ പലിശയില്ല വായ്പ, ഒരു ട്രെയിനിങ്, വ്യവസായ ട്രെയിനിങ്, ഒരാഴ്ചയെങ്കിലും ഒരു ട്രെയിനിങ് അണ്ടർഗോ ചെയ്തതിന് ശേഷം ഒരു യുവാവ്, ഒരു യുവതി ഒരു സംരംഭം തുടങ്ങിയാൽ 20 ലക്ഷം രൂപ പലിശയില്ല വായ്പ. ഇത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടുക. നിങ്ങളെല്ലാവരും തൊടുക, തൊട്ട് നിങ്ങൾ നോക്ക്, തൊടുകയോട് ചോദിക്ക്. അപ്പം ആ തൊടുക ഒരു വ്യവസായം കൊണ്ടുവന്നിട്ടുണ്ട്. തോമസുട്ടി താഴെ ഇരിപ്പുണ്ട്. അപ്പം അവർ 20 ലക്ഷം രൂപ സർക്കാരിൻ്റെ വാങ്ങി അവർ വ്യവസായം കൊണ്ടുവന്നു. അപ്പോൾ ആ നിലയിലേക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ തുടങ്ങണം. താങ്ക് യു സാർ. എൻ്റെ പേര് ഫിലിപ്പ്, MBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. സാർ, നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫുകളുടെ അധികരണവും അവരെ 2 വർഷം കൂടുമ്പോൾ മാറ്റി നിയമിക്കുന്നതും അധിക ചെലവിന് കാരണമാകുന്നു. ഇത് വലിയ കാര്യമുണ്ടോ? കടലിൽ കായം കലക്കിയതുപോലെയാണ്. കടലിനോട് കായം കലക്കിയാലോ? ഇതാണ് 10-23,000 കോടി രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് 20 മന്ത്രിമാര് അവിടെ പേഴ്സൺ ഒരാളെ കൂടെ കൂട്ടിവെച്ചാൽ ഇത് വല്ല കാര്യം വല്ലതുണ്ടോ? അത് നോക്കരുത്. നിന്റെ കണ്ണിൽ തടി കിടക്കുമ്പോൾ അന്യയുടെ കണ്ണിലെ കരട് നോക്കണം. രാജ്യം മുഴുവൻ ചുമ്മാ തുറച്ചതാണ്. മന്ത്രിമാരുടെ പേഴ്സൺ സ്ഥാപനം ഒരാളെ കൂട്ടിവെച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പിന്നെ നിയന്ത്രിക്കണം. ഞങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, കൂടുതൽ എടുക്കുന്നില്ല. പിന്നെ അത് നോക്കുമ്പം സിദ്ധാന്തപരമായി ചർച്ച ചെയ്യുമ്പോൾ അത്രയും വേണമെന്നില്ല, കുറച്ച് വരെ കുറയ്ക്കാം. പക്ഷെ എല്ലാവരും കൂട്ടുന്ന പേഴ്സണൽ സ്റ്റാഫിനെ ഒരു അതിർത്തിക്ക് അപ്പുറം, അല്ലേ, അതിനപ്പുറം വർദ്ധിപ്പിക്കുന്നത് ശരിയല്ല, കൂടുതൽ ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ PSC മുഖേനയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികകളിലേക്ക് നിയമിച്ചുകൂടെ? അത് രണ്ടാണ്. ഉദ്യോഗാർത്ഥികളെ ഇപ്പം നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താ PSC നാളെ വന്നാൽ പോലെ എന്ന് ചോദിച്ചാൽ എതിർപ്പാണ്. PSC നാളെ വരുമ്പോൾ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുള്ള ആളുകൾ വരും. എന്നാൽ കാഞ്ഞിരപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അത് നാട്ടിലെ ജനങ്ങളുണ്ടാക്കിയ ബാങ്കാണ്. നാട്ടുകാർക്ക് അവിടെ ജോലി വേണം. അവർ PSCക്ക് വിട്ടാൽ ഒക്കെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ആ ബാങ്കിനോട് താല്പര്യം, ആ സ്ഥാപനത്തോട് താല്പര്യമുള്ള നാട്ടിൽ നിന്നുള്ള കുട്ടികൾ അവർക്ക് ജോലി കിട്ടണം. PSC എന്നുള്ള ആളുകൾ വരരുത് എന്ന് പറഞ്ഞത് പോലെ ഇവിടെ എനിക്ക് പല ആവശ്യങ്ങൾ കാണും. എല്ലാ ഗവൺമെന്റിന്റെ PSCക്കാർ കൊണ്ടുവന്നാൽ മതിയോ? എനിക്ക് പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളായിരിക്കും. ഒരു പേഴ്സണൽ മന്ത്രിക്ക് വേണ്ടിയത് പല കാര്യങ്ങളായിരിക്കും. ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹായിക്കാൻ ഒരാൾക്ക് ചിലപ്പോൾ ഒരു essay എഴുതി തരേണ്ടി വരും, അല്ലേ? ചിലപ്പോൾ ഒരു സ്പീച്ച് തയ്യാറാക്കി തരേണ്ടി വരും, ചിലപ്പോൾ ഒരു നോട്ട് തയ്യാറാക്കി തരേണ്ടി വരും, ചിലപ്പോൾ ഒരു മരുന്നെടുത്ത് തരേണ്ടതായിട്ട്
വരും അല്ലേ? ആ എന്നെ പോലെ എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ ധൃതിയിലേക്ക് പോരുകയാണെങ്കിൽ ചിലപ്പോൾ ആ കൈയൊക്കെ ഒന്ന് മടക്കി തരേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ഉണപ്പൊക്കെ ഇട്ടാലും ചിലപ്പോൾ ധൃതി വരുമ്പോൾ ഇത് പൊങ്ങിയിരുന്നു വരും. അപ്പൊ പിടിച്ച് ആ ഷർട്ട് ഒന്ന് താത്തി വെക്കേണ്ടി വരും, ചൂടോടെ എടുത്തു തരേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സഹായം എന്നല്ലാതെ വേറെ കാര്യങ്ങളുണ്ട്. താങ്ക് യു സാർ. PSC-ക്കാർ വന്നാൽ അത് നടക്കില്ല. ഇപ്പൊ എന്റെ സ്റ്റാഫിലേക്ക് എടുത്തു വെക്കുന്നു കേരള കോൺഗ്രസിന്റെ ഘടക വിരോധിയ ആണെങ്കിൽ എന്റെ പൊളിഞ്ഞില്ലേ? അവൻ പല ഗുണോത്തരവും കൊണ്ടൊന്ന് ചെയ്താലോ? ഞാൻ പാർവതി വിനോദ്, സെക്കൻഡ് M.Com സ്റ്റുഡൻ്റ് ആണ്. സർ, വ്യവസായ രംഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യൽ എക്കണോമിക് സോൺ രൂപീകരിച്ചതുപോലെ നമ്മുടെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യൽ അഗ്രികൾച്ചറൽ സോൺ വേണമെന്ന MS സ്വാമിനാഥന്റെ അഭിപ്രായം അംഗീകരിച്ചാൽ നമ്മുടെ കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാവില്ലേ? നല്ല കാര്യം, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. വളരെ നല്ല അഭിപ്രായമാണ്.